ഗാന്ധി ജയന്തി ദിനത്തിൽ പല ബി.ജെ.പി. നേതാക്കളും ഗാന്ധി സ്മരണകൾ ഉയർത്തി ഘോരഘോരം പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാറുമൊക്കെയുണ്ട്. എന്നാൽ സത്യത്തിൽ എന്താണ് ബി.ജെ.പിക്കും സംഘപരിവാരത്തിനും ഗാന്ധിയോടുള്ള സമീപനം എന്നുള്ളത് പലർക്കും വ്യക്തമായി തന്നെ അറിയാം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം വെറും നാടകമായിരുന്നു എന്നുവരെ പറഞ്ഞ ഗാന്ധിയെയും സ്വതന്ത്ര സമരത്തെയും പരിഹസിച്ചത് ബി.ജെ.പിയുടെ മുൻ കേന്ദ്രമന്ത്രിയായ അനന്ത്കുമാർ ഹെഗ്ഡെയാണ്. ഗാന്ധിയുടെ ഒരു കോലം നിർമ്മിച്ച് അതിൽ വെടിയുതിർത്ത് ആഘോഷിച്ചത് ബി.ജെ.പിയുടെ ഒരു MP ആണ്. ഇത്തരത്തിൽ ഗാന്ധിജിയെയും സ്വതന്ത്ര സമരത്തെയും പരിഹസിച്ച പാർട്ടിയുടെ അതേ അനുഭാവികൾ തന്നെയാണ് ഇന്ന് ഗാന്ധി സ്മരണകൾ പുതുക്കി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി ഘാതകനായ ഗോഡ്സേക്ക് നന്ദി പറഞ്ഞും സിന്ദാബാദ് വിളിച്ചും ആഘോഷിക്കുകയാണ് സംഘികൾ. ഇപ്പോൾ ട്വിറ്ററിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് സംഘ അനുകൂലകരുടെ ഗോഡ്സെ സിന്ദാബാദ് എന്ന ഹാഷ്ടാഗ്. എല്ലാ വർഷവും 2 ദിവസങ്ങളിൽ, അതായത് ഒക്ടോബർ 2-നും ജനുവരി 30-നും ഈ ഹാഷ്ടാഗുകൾ ട്വിറ്ററിൽ വ്യാപകമായി പ്രചരിക്കും എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഗാന്ധിയെ അപഹസിച്ചുകൊണ്ടും ഗോഡ്സെയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടും ഗാന്ധിജിയെ ഇല്ലാതാക്കിയതിന് ഗോഡ്സേക്ക് നന്ദി പറഞ്ഞുകൊണ്ടുമുള്ള പോസ്റ്റുകൾ സംഘികൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്താലും ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവാറില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയകരമായ കാര്യം. ഇന്ന് ഹിമാൻസു വശിഷ്ഠ് എന്നൊരു ട്വിറ്റർ യൂസർ ഗോഡ്സെയുടെ ചിത്രം ഉൾപ്പെടുത്തി ട്വീറ്റ് ചെയ്തത് ഇന്ത്യയെ രക്ഷിച്ചതിന് നന്ദി, നാഥുറാം ഗോഡ്സെ രാജ്യസ്നേഹി തന്നെ എന്നായിരുന്നു. ബൽറാം കച്ച്വാഹ എന്നൊരു ട്വിറ്റർ യൂസർ കോടതിയിൽ നാഥുറാം ഗോഡ്സെയും സംഘവും പ്രതിക്കൂട്ടിൽ ഇരിക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്ത നിങ്ങൾ നല്ലൊരു ഫിനിഷാണ്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊരു ക്യാപ്ഷനും ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ പോലും ഗാന്ധിയെ അപമാനിച്ചും ഗോഡ്സെയെ പുകഴ്ത്തിയുമാണ് സംഘികൾ ആഘോഷിക്കുന്നത്. അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് സംഘികൾ ഗാന്ധിജിയെ അപമാനിച്ചും ഗോഡ്സെയെ ഉയർത്തിപ്പിടിച്ചും നടക്കുമ്പോൾ അതിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പല ബി.ജെ.പി. നേതാക്കളും ഗാന്ധി ജയന്തി ദിനത്തിൽ സ്മരണകളും പൊക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.